കേരളത്തിലെ കാർഷിക മേഖലയുടെ കരുത്തും ദിശാബോധവും പകരുന്നത് കേരളത്തിലെ കർഷകരുടെ അധ്വാനവും അവരുടെ സമർപ്പണവും ആധുനിക വൈജ്ഞാനിക മേഖലകളെ സ്വാംശീകരിക്കാനുള്ള അവരുടെ കരുത്തും ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും അവർ പോകുന്നതായ അവരുടെ ആത്മസമർപ്പണമാണ് കേരള കാർഷിക മേഖലയുടെ കരുത്ത് എന്നുള്ളത്. കേരളത്തിലെ കർഷകരെ ആദരിക്കുന്ന ദിവസമാണ് കർഷക ദിനം, ചിങ്ങം 1, ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഈ വർഷം കർഷകരെ ആദരിക്കാൻ സംസ്ഥാന തലത്തിൽ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ കൃഷി വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഏജൻസികൾ, FPO, FPC, സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളുടെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. ഈ വർഷത്തെ സംസ്ഥാനതല കർഷക ദിനം എറണാകുളത്ത് കളമശ്ശേരിയിൽ ആഷീസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സംസ്ഥാനതല കർഷക ദിന പരിപാടി എറണാകുളത്ത് വെച്ച് കാലത്ത് 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷത്തെ കർഷക ദിനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത 2026 വനിതാ കർഷക വർഷമാണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചതാണ്. ഈ വനിതാ കർഷക വർഷത്തിൽ കേരളത്തിൽ ആദ്യമായി വനിതാ കർഷകർക്ക് മാത്രമായി ഒരു പ്രത്യേക പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. കൃഷി സഖി എന്ന പേരിലുള്ള ആ പദ്ധതി 5 വർഷത്തെ വനിതാ കർഷക പദ്ധതിയായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ പദ്ധതിക്ക് വേണ്ടി 350 ലക്ഷം രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സംസ്ഥാനതല കർഷക അവാർഡ് പരിപാടിയിലും വനിതാ കർഷകരെ ആദരിക്കുന്ന പ്രവർത്തനം പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്, പക്ഷേ പ്രത്യേകമായിട്ടുള്ള സമീപനം വനിതാ കർഷക വർഷം എന്ന രീതിയിൽ ഇത്തവണത്തെ കർഷക ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കേരളത്തിൽ വനിതാ കർഷകരുടെ നീണ്ട നിര, നന്നായി പ്രവർത്തിക്കുന്ന, നല്ലപോലെ സാമ്പത്തിക ശേഷി കൈവരിക്കുന്ന, കാർഷിക ആഭിമുഖ്യമുള്ള നല്ല നീണ്ട നിര വനിതാ കർഷകരുണ്ട്. അവരുടെ എല്ലാ മേഖലയിലുള്ള കാർഷിക മേഖലയിലുള്ള ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് കൃഷി സഖിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. 2026 ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായ സംസ്ഥാനതല അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിലാദ്യത്തെ അവാർഡ് കാർഷിക മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുതുതായി ഏർപ്പെടുത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിലുള്ള അവാർഡാണ്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്. ഈ അവാർഡിന് അർഹനായിട്ടുള്ളത് പത്മശ്രീ ചെറുവയൽ രാമനാണ്. കാർഷിക മേഖലയിൽ
അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള സംഭാവനകളെ, ജീവിതം കാർഷിക വൃത്തിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് ജൈവ പരമ്പരാഗത കാർഷിക മേഖലയെ കേരളത്തിൻ്റെ ഒരു കാർഷിക മേഖലയുടെ ബിംബമായി നിലനിന്ന് മുന്നോട്ട് പോകുന്ന ചെറുവയൽ രാമൻ, അദ്ദേഹത്തെയാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ അവാർഡിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ഈ അവാർഡ് തുക. ഫലകവും സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടാകും. മറ്റൊന്ന്, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോൻ സാറിൻ്റെ നാമധേയത്തിലുള്ള കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡാണ്. ഈ അവാർഡ് 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പങ്കിടുകയാണ്. ഒന്ന് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും 2 ഉളിക്കൽ ഗ്രാമപഞ്ചായത്തും. 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഇത് 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പങ്കിട്ടെടുക്കും. വി രാഘവൻ സ്മാരക അവാർഡ് കൃഷിഭവനുകൾ സ്ഥാപിച്ച മുൻ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി രാഘവൻ സാറിൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൃഷിഭവനുകൾക്കുള്ള അവാർഡാണ്. ആ കൃഷിഭവൻ കുറ്റൂർ കൃഷിഭവൻ, തിരുവല്ല, പത്തനംതിട്ട. 5 ലക്ഷം രൂപയാണ് അവാർഡ് തുക. മറ്റൊന്ന്, പത്മശ്രീ കെ വിശ്വനാഥൻ, നമുക്കറിയാം മിത്ര നികേതൻ, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള നെൽക്കതിർ അവാർഡാണ്. അതിന് നെന്മേനി നെല്ലുൽപാദക പാടശേഖര സമിതിയാണ് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് നൽകുന്നതായിരിക്കുന്ന അവാർഡ് തുക 3 ലക്ഷം രൂപയാണ്. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ശ്രീ രാജനാരായണൻ, അവാർഡ് തുക 2 ലക്ഷം രൂപ. കേരകേസരി അവാർഡ് കെ സേവ്യർ, 2 ലക്ഷം രൂപ. മറ്റൊന്ന്, പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയവയ്ക്ക് ആദിവാസി ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നതായ അവാർഡാണ്. ഗോട്ടിയാർകണ്ട് ഉന്നതി, അഗളിയാണ്, പുത്തൂർ, പാലക്കാട് ജില്ല, 2 ലക്ഷം രൂപ. മികച്ച ജൈവ കർഷകൻ ഷാജഹാൻ വൈ, കൊടുങ്ങല്ലൂരാണ്, 2 ലക്ഷം രൂപ. മികച്ച യുവ കർഷകൻ ഹാഷിഖ് കെ, കമ്പ്രാത്ത് വീട്, പൊഴുതന PO, വയനാട്, 1 ലക്ഷം രൂപയാണ് ഫലകവും സർട്ടിഫിക്കറ്റും. ഹരിതമിത്ര അവാർഡ് ശ്രീ രജീഷ് കെ, കല്ലംവള്ളി, കീഴാറ്റൂർ, തളിപ്പറമ്പ്, 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. ഏറ്റവും മികച്ച ഹൈടെക് കർഷകൻ പുഷ്പഹാസ് P, ചിതറ, കൊല്ലം, 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കർഷക ജ്യോതി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കിഷോർ വി, വാലുതൊട്ടിയിൽ, കോട്ടയം, 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച തേനീച്ച കർഷകൻ അനീഷ് KP, വണ്ടൂർ, 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. ഏറ്റവും മികച്ച വനിതാ കർഷക തിലകം അവാർഡ് സാവിത്രി K, കാസർഗോഡ്, പുല്ലൂർ പെരിയ, 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. ശ്രം ശക്തി അവാർഡ്
ഒന്നാം സ്ഥാനം 2 പേർക്കായി പങ്കുവയ്ക്കുന്നു. ഒന്ന് സുനിലാൽ വി, തിരുവനന്തപുരമാണ്. ശ്രീനോജ് KS, കാട്ടിക്കുളം, വയനാട്. 2 പേർക്കും 50,000 രൂപ വെച്ച് ഫലകവും സർട്ടിഫിക്കറ്റും. ഈ ശ്രം ശക്തിയുടെ ഒരു കാര്യം, ഇത് കർഷക തൊഴിലാളിയാണ്. കർഷക ഭാരതി അച്ചടി മാധ്യമത്തിൽ ശ്രീ ജിതിൻ ജോസ്, ചീഫ് റിപ്പോർട്ടർ, മലയാള മനോരമ, ആലപ്പുഴ, അദ്ദേഹത്തിനാണ് 50,000 രൂപയും ഫലകം സർട്ടിഫിക്കറ്റ്. കർഷക ഭാരതി അവാർഡാണ് നവമാധ്യമം, അഭിലാഷ് കരിമുളയ്ക്കൽ, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കർഷക ഭാരതി ദൃശ്യമാധ്യമം, മനോജ് S, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി ദീപം, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മികച്ച കൂൺ കൃഷി കർഷകൻ സച്ചിൻ G പൈ, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. പഴവർഗ സംസ്കരണം, മൂല്യവർധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പിനുമുള്ളതായ അവാർഡാണ് ജ്യൂസ് ക്രഷ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവർക്ക് 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച കൃഷിക്കൂട്ടം, 2 കൃഷിക്കൂട്ടങ്ങളായി ഇത് പങ്കിടുകയാണ്. ഒന്ന് അഗ്രോ സർവീസ് സെൻറ്റർ നീലേശ്വരം, 2 പോരുവഴി കാർഷിക കർമ്മസേന. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും 2 കൃഷിക്കൂട്ടങ്ങൾക്കായി പങ്കിടുകയാണ്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ മേഖലയിൽ നിന്ന് ആദിത്യൻ KA, ആലപ്പുഴ ചേർത്തല സൗത്തിലുള്ള വിദ്യാർത്ഥിയാണ്. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘത്തിനുള്ള അവാർഡാണ് വെളിയത്തിനാട് സർവീസ് സഹകരണ ബാങ്ക്, ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച FPO FPC, 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. പാല സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് അവാർഡിന് അർഹരായിട്ടുള്ളത്. കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ് ഡോക്ടർ ഹസീന ഭാസ്കർ, പ്രൊഫസർ ആൻഡ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേഷൻസ് KIU മണ്ണുത്തി, അവർക്ക് ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച റെസിഡൻസ് അസോസിയേഷൻ, സ്നേഹസംഗമം റെസിഡൻസ് അസോസിയേഷൻ, കണ്ണൂർ അഴീക്കോടാണ്, ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള കാർഷിക അവാർഡ് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ, കൊല്ലം, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള അവാർഡ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ, അടിമാലി, ഇടുക്കി, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച പച്ചക്കൃഷി ക്ലസ്റ്ററിനുള്ള അവാർഡ് കിണർമുക്ക് പായം പച്ചക്കറി ക്ലസ്റ്റർ, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷി വകുപ്പ് ഒഴികെയാണ് ഈ അവാർഡിന് പരിഗണിക്കുന്നത്. അത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം, കണ്ണൂരാണ്. അവർക്ക് 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം, കൃഷി വകുപ്പുമായി ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളെയാണ് ഇതിൽ പരിഗണിക്കുന്നത്. ഇത് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, 50,000 രൂപയും ഫലകവും. മികച്ച കൃഷി ഓഫീസറായി ശ്രീ മുഹമ്മദ് മുനീർ, കൃഷി ഓഫീസർ, വാഴയൂർ, ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ 3 പേർക്കായി പങ്കിടുകയാണ്.
ഹസ്ന പി എ, കൃഷിഭവൻ ഉണ്ണികുളം, സതീഷ് എം, കൃഷിഭവൻ പെരുമാട്ടി, ഷിനു എസ്, കൃഷിഭവൻ കല്ലിയൂർ. ഇവർക്ക് 3 പേർക്കും ഫലകവും സർട്ടിഫിക്കറ്റും കൈമാറും. കൃഷിയുമായി ബന്ധപ്പെട്ട മികച്ച കൃഷി എഞ്ചിനീയർ വിനയ വി എസ്, അവർക്ക് ഫലകവും സർട്ടിഫിക്കറ്റും കൈമാറും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷകൻ തോരപ്പ മുസ്തഫ 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും കൈമാറും. ഇത്രയാണ് സംസ്ഥാനതല. ഇനി രണ്ട് കാര്യം ഇവിടെയുണ്ട്. ഒന്ന്, മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന കർഷകൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ അനിത എം കാസിം, ചങ്ങനാശ്ശേരി, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. ഉദ്യാന ശ്രേഷ്ഠ അവാർഡിന് ഡോളി വർഗീസ്, പടിപുരക്കൽ, നാഗമ്പടം, 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. ഇത്രയാണ് അവാർഡുകൾ. കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ലെവൽ പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉള്ളതായ അവാർഡുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.